ഐസയ്യ 43:1-5. യെശയ്യാ പ്രവാചകൻ 43:1-5 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഓരോന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് കടന്നു വരുന്നത്. പരിശുദ്ധനായ ദൈവം നമ്മുടെ കാര്യങ്ങളെ കണ്ടു അല്ലെ ഏറ്റെടുത്തു എന്നുള്ള ബോധമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആ ഒരു വലിയ ഇൻറ്റിമസി, ദൈവത്തോടുള്ള ബന്ധം, ഞാനും ദൈവവും ഒന്നാണ്, എന്നോട് പറയാതെ എൻ്റെ ദൈവം ഒന്നും എൻ്റെ ഭവനത്തിൽ ചെയ്യത്തില്ല, അങ്ങനെ പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്? എന്നോട് പറയാതെ ഒന്നും ചെയ്ത് പല സ്ത്രീകളും എൻ്റെ ഇരിക്കുമെന്ന് പറയും, ദൈവം എന്നെ അറിയിച്ചിട്ടെന്ന്, വരാൻ പോകുന്ന ആപത്തുകളെ പോലും എന്നെ അറിയിച്ചിട്ട് അത് പ്രാർത്ഥിച്ചത് കുറച്ച് കൊടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവാത്മാ നമ്മളോട് പറയുന്ന 43:1-5 വരെ എടുത്ത് വായിക്കാൻ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മളാരും വിചാരിച്ചാൽ നമ്മളെ വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. നമുക്ക് തന്നെ നമ്മളെ തന്നെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. അപ്പം പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരുടെയും ആൺമക്കളുടെയും പെൺമക്കളുടെയും ഒക്കെ സ്വഭാവം നമുക്ക് മാറ്റാനൊക്കെ, പക്ഷെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താക്കന്മാരും ഷുഡ് ബി ലൈക്ക് എ ട്രയാങ്കിൾ. ഇവിടെ ഭാര്യ, ഇത് രണ്ടുപേരുടെ, ഇവിടെ ഭർത്താവ് ഇവിടെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, അവർ ദൈവത്തോട് സംസാരിച്ചിട്ട് ദൈവം അവരോട് സംസാരിക്കുന്ന പോലെ ദൈവം നടുക്ക് നിൽക്കാമെങ്കിൽ പല പ്രശ്നങ്ങളും കുടുംബത്തിലേത് ഒട്ടുമുക്കാലും അഴിച്ചു മാറ്റാൻ സാധിക്കും നമ്മളത് പഠിച്ചാൽ. പക്ഷെ നമുക്ക് വളരെ പ്രയാസമാണ്, പക്ഷെ ഒക്കും. ദാറ്റ്സ് പോസിബിൾ. ദൈവം അങ്ങനെയാണ് മാരേജ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ട്രയാങ്കിളായിട്ട്. വെൻ ദിസ് ട്രയാങ്കിൾ, യേശു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഇടതും വലതും, കർത്താവ് നമ്മളെ പൊതിഞ്ഞ് പിതാപുത്ര പരിശുദ്ധാത്മ തൃത്വമായിട്ട് നമ്മുടെ മേളിൽ നിൽക്കുന്നുവെങ്കിൽ മാരേജ് വിൽ ബി സേഫ്. അതില്ല എങ്കിൽ എന്നൊക്കെ കാണിച്ചാലും, നമ്മളിപ്പം സ്വർണം കൊണ്ട് കൊടുത്താലും തങ്കം കൊണ്ട് കൊടുത്താലും മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തെല്ലാം സ്നേഹം കാണിച്ചാലും അത് തിന്മയായിട്ട് കാണുന്നതായിട്ടാണ് ഞാൻ പല കുടുംബങ്ങളിലും കാണുന്നത്. സ്വഭാവം മനസ്സിലാക്കാതെ ഭർത്താക്കന്മാരെ കുറ്റം പറയുന്ന ഭാര്യമാരാണ് ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നത്. ഭർത്താക്കന്മാർ അത്രയും പറയാറില്ല. എന്നോട് സങ്കടങ്ങൾ വിളിച്ച് പറയുന്നവരുടെ ബേസ് ചെയ്താണ് ഞാനീ പറയുന്നത്. ഭർത്താക്കന്മാർ മിണ്ടത്തില്ല, അവർ മിണ്ടാതിരിക്കും. ഒരു നിവൃത്തിയില്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് ദേ മേ സേ. അന്നേരമാണ് നമ്മൾ സത്യങ്ങൾ അറിയുന്നത്. എന്താന്നേലും രണ്ട് സൈഡിലും കുറവുകളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പഠിക്കണം. കർത്താവ് നമുക്ക് എല്ലാം ചെയ്തു തരും. അതാണ് യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവൻ യഹോവ ഇപ്രകാരം, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മളെ വീണ്ടെടുത്ത ജനമ. അത് നമ്മളെ തന്നെയല്ല, നമ്മുടെ ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കളെ എല്ലാം, നമ്മുടെ കുടുംബങ്ങളെ മുഴുവനുമായിട്ട് വീണ്ടെടുത്ത അപ്പച്ചൻ വീണ്ടെടുത്തതാണ്. പിന്നെ അവർ വഴിതെറ്റിപ്പോയവർ തിരിച്ചു കൊണ്ടുവരാൻ അപ്പച്ചൻ അറിയാം. തോണി വെള്ളത്തിൽ അങ്ങ് പെരുവെള്ളത്തിലോട്ട് പോകുമ്പോൾ അപ്പച്ചൻ ഒരു ചെറിയ ഒരു ഡീവിയേഷൻ വന്നിട്ട് അപ്പച്ചൻ തോണി അതേപോലെ അവർ പോലും അറിയാതെ തിരിച്ചു കൊണ്ടിരുന്നൊരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അത് കഴിഞ്ഞുകൊണ്ട് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയത്തില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല. നീ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന് ഞാൻ നിൻ്റെ രക്ഷകൻ. നിൻ്റെ മറുവിലെ ഞാൻ മിസ്രയീമിന് നിനക്ക് പകരം കൂശിനെയും സഭയെയും കൊടുത്തിരിക്കുന്നു. എന്താണ് നമ്മളോട് ദൈവം പറയുന്നത്? വെള്ളത്തിൽ കൂടെ പോയാൽ നമുക്ക് പേടിക്കാനില്ല. തീ കൂടെ പോയാൽ അത് നമ്മളെ വെള്ളത്തിനകത്ത് വെള്ളം നമ്മളെ ഡ്രൗൺ ചെയ്യത്തില്ല. പിന്നെ എന്നതാണ് നമ്മൾ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭയമാകുന്ന ഭയം, ഭയപ്പെടുത്തുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ ഭയമായിട്ട് വരുമ്പോൾ അവിടെ നിൽക്കണി. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഒരു ദുഷ്ടൻ വന്ന് നിൽക്കുകയാണ്. വീടിൻ്റെ ഉടമസ്ഥൻ ഒരു വലിയ വാളും പിടിച്ച് അല്ലെങ്കിൽ ഒരു തൂക്കും പിടിച്ച് അവിടെ നിൽക്കുകയെന്ന് പറയുന്നത് പോലെ ദൈവത്തെ നമ്മൾ കാണണം. എൻ്റെ ഈ ഭവനത്തിനകത്ത് നിനക്ക് കയറാനൊക്കത്തില്ല. അവിടെയാണ് നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കണം. ഇറ്റ് സറണ്ടർ ഇറ്റ് ടു ഗോഡ്. ആ ഒരു പ്രക്രിയ ദിനംപ്രതി ചെയ്യാമോ? ലോഡ് ഐ ഗിവ് ഇറ്റ്. അപ്പം നമ്മൾ വിചാരിക്കുമോ നീണ്ട പ്രാർത്ഥന വേണമായിരിക്കും. നീണ്ട പ്രാർത്ഥന ചെയ്യാൻ സമയമുള്ളപ്പോൾ ചെയ്യണം. പക്ഷേ എവ്രി മോമെൻറ്റ് യു ക്യാൻ ടോക്ക് ടു ഹിം, സ്പിരിറ്റ് ടു സ്പിരിറ്റ്. നമ്മൾ ചിന്തിക്കുന്ന ദൈവം കേൾക്കും. സ്പിരിറ്റിന് ഈ സ്വർഗമണ്ഡലത്തിൽ ചെന്നാലേ നമ്മളിങ്ങനെ പറയുന്ന പോലെ പറയണ്ട. ദ തോട്ട്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. അതാണ്
അത് അത് ഈസിയായിട്ട് മനസ്സിലാക്കും നമ്മുടെ ഹൃദയത്തിനകത്ത്. അപ്പം നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ ഹൃദയത്തിനകത്ത് പോകുന്ന അഴുക്ക് ചിന്തകൾ പോലും അവിടുന്ന് ദൈവം റീഡ് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ദൈവമൊന്നും പറയുന്നില്ല. പക്ഷെ എന്നും ഒരു ശുദ്ധമുള്ള ഒരു ഹൃദയത്തെ ഇട്ട് തന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എന്നും പൂമ്പാറ്റയെ പോലെ പറക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദവിയിലോട്ട് വന്ന് എന്തൊരു ഭംഗിയല്ലേ. നമ്മളൊരു ഗാർഡൻ ചിന്തിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച കർത്താവിനെ ആത്മാവിൽ കാണിച്ചതാണ്. ഇവിടെ ഈ തിരുവല്ല സ്റ്റേഡിയത്തിൽ വെച്ച് കൺവെൻഷൻ നടത്തുകയാണ്. ഇവിടെ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ്, ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കാലയളവായി, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ എന്നെ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നത് 2 വലിയ വാഗവൃക്ഷമാണ്. അത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു. അത് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലായിട്ടാണ്. പക്ഷേ ഈ 2 വാഗവൃക്ഷവും നിറച്ചങ്ങനെ പൂത്തങ്ങനെ നിൽക്കുകയാണ്, ഒട്ടും ഇര കാണാം. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചു, എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാ ദൈവനെ 2 വാഗവൃക്ഷം കാണിച്ചത്? പിന്നാണ് മനസ്സിലാകുന്നത്, അവരുടെ കൺവെൻഷൻ ഒരെണ്ണം അവർ തിരുവല്ലായാലും വേറൊരെണ്ണം കുമ്പനാട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റീസൺ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ 2ഉം പൂത്ത് നിൽക്കുന്നതായിട്ടാണ് ദൈവം എന്നെ കാണിച്ചത്. ദൈവത്തിന് വേണ്ടി നമ്മൾ ആളുകൾ സ്പ്ലിറ്റ് ചെയ്തെന്നോ ആളുകൾ മാറിയെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവിന് 12 ശിഷ്യന്മാരെ 12 സ്ഥലത്തേക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാമായിരുന്നു. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സഭ സ്പ്ലിറ്റ് ചെയ്തെന്ന് പറയാം. ആണോ? അല്ല. God wanted them to be in different places to proclaim the gospel, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പം ഭൂമിയിൽ മനുഷ്യൻ കാണുന്ന മനുഷ്യർ പലരും കിട്ടും, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം മറ്റേത് മറിച്ചാന്നൊക്കെ നമ്മൾ ആളുകൾ പറയും. നമ്മൾ ഓർക്കണം, ഇറ്റ് ഈസ് ഓൾ വിതിൻ ദി പ്ലാൻസ് ഓഫ് ഗോഡ് ഓൾ മൈറ്റി. അല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നേ. നമ്മൾ അങ്ങനെ ജീവവൃക്ഷങ്ങളായിട്ട് മാറാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവ് പറയുന്നത്, തീ കൂടെ പോയാലും വെന്ത് പോകത്തില്ല, അഗ്നിജ്വാല ദഹിപ്പിക്കത്തില്ല, നിൻ്റെ ദൈവമായ യഹോവയാണ് നിൻ്റെ രക്ഷകൻ. അവൻ നമ്മളെ മറുവില കൊടുത്തിട്ട് വാങ്ങിച്ചവരാ. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? പിന്നെ കഴിഞ്ഞിട്ട് വാക്യം, നീ എനിക്ക് വിലയേറിയൊരു മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെ നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ജാതികളെ എടുക്കും. കാരണം നമുക്ക് ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മുടെ ആയുസ്സിന് പകരം ദുഷ്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ മിക്കവാറും അവിടെ അവിടെ തന്നെ ചെന്ന് കൊണ്ടിട്ട് അവനെ നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മളോട് പറയുന്ന കർത്താവ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുണ്ട്, നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്കുനിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് എൻ്റെ പുത്രിമാരെ എൻ്റെ നാമത്തെ വിളിക്കും. എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എന്താണ് കർത്താവ്? ഞാൻ എപ്പോഴും പറയുന്നത്, വടക്കിനോട് തടുത്തു വെക്കരുത്, തെക്കിനോട് കൊടുക്ക കൽപ്പിക്കുകയാണ്. ആർക്ക് എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ പിടിച്ചു വെക്കാൻ സാധിക്കും? ആർക്ക്? ദൈവം പറഞ്ഞ പരിധിക്കപ്പുറത്ത് നിനക്ക് കാല് വെക്കാൻ എങ്ങനെ വെക്കും? ആ ധൈര്യം നമുക്കുണ്ടാണ്. ആ പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൈകൾക്ക് ചൂട് വരും, കൈകൾക്ക് ശക്തി തോന്നിക്കും. പിന്നെ എൻ്റെ വലത്ത് ഭാഗത്ത് എടുത്ത് വായിക്കുന്നവരുടെ ഫീലിംഗ്, അവരുടെ എന്ത് പ്രശ്നമുണ്ടോ എനിക്കത് ഫീൽ ചെയ്യും. എൻ്റെ തലയിൽ കൂടെ തോട്ട്സ് വരും. പിന്നെ ചെവിക്കകത്ത് നമുക്കിങ്ങനെ തീ പറക്കുന്ന പോലെ തോന്നിക്കും. അതുപോലെ തീയാണ് ആത്മാവ്. ഈ ആത്മാവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ശരീരം എന്ന് പറയുമ്പം അതിൻ്റെ വില എന്താണെന്നറിയാം? ഒരാൾക്ക് മാറ്റം വന്ന ദേശത്തിന് മാറ്റം വരും. ഞാൻ ഇവിടെ ഇപ്പം എനിക്ക് പറയാം, ഈ തിരുവല്ല സ്റ്റേഡിയത്തിനകത്ത് ഞാൻ കുറേ മാസങ്ങളായിട്ട് ഇപ്പം രാവിലെ 6 മണി തൊട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകും. രാവിലെ 6-ന് പോയാൽ 6-ന് ഇരുട്ടാണ്, എന്നാലും ഞങ്ങൾ കറക്റ്റ് 6 അടിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. വളരെ അടുത്തായതുകൊണ്ട് പോവും. ഒരു 2 മൈൽ നടന്ന് വെച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മുഴുവൻ സമയം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവിനോട് സംസാരിച്ചുകൊണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജൽപ്പന പ്രാർത്ഥന ഞാൻ സംസാരിക്കും കർത്താവ്. ഞാൻ പറഞ്ഞു, ഇത്ര വൃത്തികേടായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലം, ഇതിലേ കൂടെ നിൻ്റെ മക്കൾ എങ്ങനെ നടക്കും കർത്താവേ? എന്തൊരു വൃത്തികേടായി ഇവിടെ, ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ സങ്കടം പറയുന്നിട്ട് ഞാൻ പിന്നെയും നടക്കും. ഞാൻ നടക്കുക കർത്താവ് എന്ന് പറയും. നിൻ്റെ മക്കൾ നടക്കുന്നുണ്ട്, ശുദ്ധമാണ്. ഇന്നിപ്പം അവർ കൺവെൻഷന് വേണ്ടി ഏകദേശം 1 കോടി രൂപ ചിലവാക്കിയ സ്റ്റേഡിയം മുഴുവൻ വൃത്തിയാക്കി ഇസ്രായേൽ ജനത കൂടാരത്തിനകത്ത് പാർക്കുന്നത് പോലെ പല കൂടാരങ്ങളും ടെൻറ്റും ഉണ്ടാക്കി അവർ ഒരാഴ്ചയായിട്ട് അവിടെ ദൈവവചനം പ്രഘോഷിക്കുക തന്നെയല്ല, ആ സ്റ്റേഡിയം മുഴുവനും വൃത്തിയാക്കി, ദേശം വൃത്തിയാക്കി, ദേശാധിപതികളെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന ഞാൻ കേൾക്കുന്നു. ഞാനെപ്പോഴും പറയും കർത്താവിനോട്, ഞാൻ പറഞ്ഞു,
എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് നീ അത് ചെയ്തതെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ മകളാണ്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നീ ഇവിടെ ഇത് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. എനിക്കുറപ്പുണ്ട് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അത് അപ്പന്മാർ സ്നേഹിക്കുന്ന മക്കളോട് മാറ്റി നിർത്തി പറയുന്ന പോലെ എന്നോട് പറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആരെയും ഉപയോഗിക്കും. സഭകൾ ഏതെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ദൈവത്തിന് ഓരോന്നും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓരോ തോണികളല്ലേ. ഈ വലിയ പെരുവെള്ളത്തിനകത്ത് പല വള്ളങ്ങളല്ലേ കിടക്കുന്നത്. എല്ലാ വള്ളത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന എൻ്റെ ദൈവമാണ് എങ്കിൽ നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഒരു സഭ വേറൊരു സഭയെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിനറിയാം എന്താ ചെയ്യുന്നതെന്ന്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെ, മറ്റു സഭകളെ നമ്മുടെ സഭയെക്കാട്ടിലും മാന്യമെന്ന് തന്നെ പറയാനുള്ള വിശാല ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമ്മളോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്കെന്ന് വരുത്തും, പടിഞ്ഞാറെന്ന് ശരി. അത് സന്തതികളെ അകറ്റി നിർത്തുന്ന പിശാചിൻ്റെ തലയിന്ന് തകർത്ത ദിവസമാണ്. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. അധികാരത്തോടെ ദൈവത്തിൻ്റെ അറസ്റ്റ് വാറണ്ട് പോയിരിക്കുകയാണ്. ദുഷ്ടനെ വെട്ടിമാറ്റി വെച്ച് നമ്മുടെ തലമുറകളെ വിടുതലാക്കി ദൈവത്തിൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ കൂടാരത്തിനകത്താക്കി കർത്താവ് തൻ്റെ തേനും പാലും കൊടുത്ത് വളർത്തുന്ന ഒരു മഹത്വം. അത് കഴിഞ്ഞിട്ട് കട്ടിയുള്ള വചനം കൊടുക്കാൻ അപ്പച്ചനറിയാം. അപ്പച്ചൻ അത് ചെയ്യും. വിശ്വസ്തൻ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അവിടുന്ന് വിശ്വസ്തൻ തന്നെ, സംശയമില്ല. ഓരോ പ്രാവശ്യം നിൻ്റെ വാക്കുകൾ എടുക്കുമ്പോഴും കർത്താവിൻ്റെ വചനം ഞങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. വചനം ഇരുവാൾ തലയുള്ള വാളാണ്. ഇവിടെയും അവിടെയും പ്രവർത്തിക്കും. ആരുടെയൊക്കെ ഹൃദയത്തിലാണ് ഒരു മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ അവരുടെ ഭാരങ്ങൾ, ചിലപ്പം കുടുംബത്തിലെ വേറെ പല പ്രശ്നങ്ങളായിരിക്കും, രോഗമായിരിക്കാം, ജോലിയായിരിക്കാം, ബന്ധനങ്ങൾ, ഫൈനാൻഷ്യൽ, കുടുംബത്തിലെ പണത്തിൻ്റെ ഭാരമായിരിക്കും. ഇവയെല്ലാം വഹിക്കുന്നവൻ നീ ആവശ്യ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാരമാന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വലിയ ഭാരം താങ്ങുന്ന ദൈവം എനിക്കുള്ളതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നിൻ്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച. കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു വരാൻ വിളിച്ചു വരുമ്പോൾ ഇബ്രായലേഖനത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ നിൻ്റെ ഹോളി ഓഫ് ഹോളി, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുത്രൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് കയറി വരുമ്പോൾ ഒരു ശത്രു ഞങ്ങളെ തൊടുകയില്ല. അപ്പച്ചൻ്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധരാക്കിയതിന് സ്തോത്രം. മഹാഭാവിയെന്നും പാപിയെന്നും അന്ന് സ്റ്റേജിൽ നിന്ന് ഞങ്ങളെ മാറ്റിയെടുത്ത് തൻ്റെ രക്തത്താൽ മറുവില കൊടുത്ത് വാങ്ങിച്ച മക്കളാണ്. ആ പദവിക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.